ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ശരീരത്തിൽ ഹോർമോണുകളുടെയൊക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലിരുന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ ഒന്നും തന്നെ എടുക്കുന്നില്ല, പക്ഷെ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളുടെ വീട്ടിൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ പറയുന്നത് ബേസൽ ബോഡി ടെമ്പറേച്ചർ അനാലിസിസ് എന്നാണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ടോ, നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നുണ്ടോ, ലൂട്ടിയൽ ഫേസ് നന്നായിട്ട് നടക്കുന്നുണ്ടോ, ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് വേറെ ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന താപനിലയാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ബോഡി ടെമ്പറേച്ചർ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. നമ്മൾ സാധാരണ നമുക്ക് പനി വരുമ്പോൾ വെക്കുന്ന പഴയ തെർമോമീറ്റർ വെച്ച് നമുക്ക് ഇത് ആക്യുറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ, അതായത് നമുക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള കാര്യം സംഖ്യയായിട്ട് നമുക്ക് അതിൽ കാണണം. അങ്ങനെയുള്ള തെർമോമീറ്റർ വേണം, ഒരു പേന വേണം, ഒരു ബുക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഈ ടെമ്പറേച്ചർ എടുക്കുന്നത് ഏത് സമയത്താണോ, അതായത് നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്തിന് ഒരു ആക്യുറസി വേണം. അതായത് കൃത്യമായിട്ട് ഒരു ദിവസം നമ്മൾ 7 മണിക്ക് എഴുന്നേറ്റു, ആ 7 മണിക്ക് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഒരു ദിവസം 6 മണിയാകുമ്പോഴേക്കും അതിന്റെ ആക്യുറസിയിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യം ഒരു സമയത്ത് തന്നെ നിങ്ങളത് മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കിടക്കയിൽ നിന്ന് ആ കിടക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പോസിൽ തന്നെ, നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു പോസ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ എഴുന്നേറ്റിരുന്നൊന്നും ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ കിടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ജസ്റ്റ് ആ ഒരു ടെമ്പറേച്ചർ എടുത്തിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. എത്രയാണ് നിങ്ങളുടെ ടെമ്പറേച്ചർ എന്ന് നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പീരിയഡ്സിന്റെ ഡേ 1 മുതലാണ്. ഈ സമയത്തൊക്കെ നിങ്ങൾ രാവിലെ ഇപ്പൊ കൃത്യം 6 മണിക്ക് നിങ്ങൾ കണ്ണ് തുറക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. പീരിയഡ്സിന്റെ ഡേനെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് ഡേ 1, അങ്ങനെ ഡേ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ഉള്ളത് ആ ഡേ 30 ആണെങ്കിൽ ഡേ 30, ഡേ 21 ആണെങ്കിൽ ഡേ 21, ഡേ 28 ആണെങ്കിൽ ഡേ 28, അങ്ങനെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ടെമ്പറേച്ചർ വാല്യൂ ഡിഗ്രി സെൽഷ്യസിലാണോ ഫാരൻഹീറ്റിലാണോ എന്നുള്ളത് നോക്കുക. ഫാരൻഹീറ്റ് ആകുമ്പോഴേക്കും 96 ആ ഒരു റേഞ്ച് ആയിരിക്കും. ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും വരുന്നത് ഒരു 36 അങ്ങനെയുള്ള ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് കേട്ടോ. അത് നിങ്ങൾ മോണിറ്റർ ചെയ്ത് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുമ്പോഴേക്കും എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നത് ആ ദിവസം നിങ്ങളുടെ ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് വ്യത്യാസമൊന്നുമല്ല, ജസ്റ്റ് പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടാകും. നോർമലി നമുക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ 94 അല്ലെങ്കിൽ 97, 97.5 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 98 ആവാം. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്തായിരിക്കും. ഏകദേശം നിങ്ങളൊന്ന് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്ത് വരുമ്പോഴേക്കും പീരിയഡ്സിന്റെ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഏറെയും കുറഞ്ഞു ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര കുറവായിരിക്കും ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ എന്താണോ നിങ്ങൾ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസത്തിൽ ഒരു 2 ദിവസം നിങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചറിന്റെ ഹൈക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹൈക്ക് ഫീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഓവുലേഷൻ ആയെന്നാണ്. അപ്പൊ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓവുലേഷൻ നടക്കണമെങ്കിൽ LH ഹോർമോണിന്റെ പ്രവർത്തനം നല്ലോണം നടക്കണം, FSH ഹോർമോണിന്റെ പ്രവർത്തനം നല്ലോണം നടക്കണം, ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനം നല്ലപോലെ നടക്കണം. അപ്പൊ ഇതെല്ലാം നമുക്ക് നടക്കുന്നുണ്ട്, നമ്മൾ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കുറച്ചൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു ടെമ്പറേച്ചർ ഹൈക്ക് നമുക്ക് കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതലും നമുക്ക് ആ ഓവുലേഷൻ നടന്ന ആ ഫോളിക്കിൾസിൽ നിന്ന് കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ആ ടെമ്പറേച്ചർ ഇൻക്രീസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ ദിവസം കഴിയുന്തോറും ടെമ്പറേച്ചർ ഓരോ പടി വീതം ഇങ്ങനെ അങ്ങോട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും നിങ്ങൾ ഓരോ ദിവസവും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് വെക്കുക. ടെമ്പറേച്ചർ അനാലിസിസ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം
ഇൻ കേസ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ സമയത്തെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ചാർട്ട് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്നുള്ള ഒരു ടേമിലാണ്. ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുമ്പോഴേക്കും നോർമലി പോയിക്കൊണ്ടിരുന്ന ടെമ്പറേച്ചറിന് ഒരു ഡിപ്പ്, ഒരു താഴ്ച അവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ ഇങ്ങനെ എഴുതി എഴുതി പോകുമ്പോഴേക്കും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ 0.6, 0.4, 0.5 ഇങ്ങനെയുള്ള വ്യത്യാസത്തിലൊരു ഡിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇംപ്ലാന്റേഷൻ ഡേ ആയതിന്റെ ഒരു സൂചനയായിരിക്കും. ഇംപ്ലാന്റേഷൻ ഡേ വന്നതിന്റെ അല്ല, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിന്റെ ഒരു സൂചനയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അതിനുശേഷവും നിങ്ങൾ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുമ്പോഴേക്കും പിന്നെയും ഇൻക്രീസ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ്. പ്രഗ്നൻസി സക്സീഡ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഡിപ്പ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണല്ലോ നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഈ ഇംപ്ലാന്റേഷനും നമുക്ക് നടന്നിട്ടില്ല എങ്കിൽ ആ ടെമ്പറേച്ചർ നമുക്ക് എത്രയാണോ പോയിക്കൊണ്ടിരുന്നത് അതേ റേഞ്ചിൽ തന്നെ ടെമ്പറേച്ചർ പോകും. ഇംപ്ലാന്റേഷൻ ഡിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആ ടെമ്പറേച്ചർ നോർമലി അങ്ങോട്ട് പോയിട്ട് ഒരു 12th ഡേ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12th ഡേയിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുമ്പോഴേക്കും ആ 12th ഡേ അല്ലെങ്കിൽ ഒരു 13th ഡേ ആകുമ്പോഴേക്കും ആ ഡേയ്സ് നമുക്ക് പീരിയഡ്സിന്റെ അടുക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ടെമ്പറേച്ചർ വീണ്ടും ഗ്രാജുവലി ഇങ്ങനെ ഡിക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഡിക്രീസ് ആയി പോയി നമുക്ക് വരാൻ പോകുന്നത് പീരിയഡ്സ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യുക. ഒരു മാസം ചാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 months നിങ്ങളത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് വരുന്നുണ്ടോ, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൃത്യമായിട്ട് കൂടുന്നുണ്ടോ, പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കുക. ഫോളിക്കുലാർ സ്റ്റഡി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓവുലേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഡോക്ടേഴ്സ് സാധാരണയായിട്ട് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ കൊടുക്കാറുണ്ട്. ആ മെഡിസിൻ എടുക്കുമ്പോഴാണോ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ കൂടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. പ്രൊജസ്ട്രോൺ ആ മെഡിസിൻ എടുക്കാതെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ പ്രൊജസ്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ ആഡ് ചെയ്യുക, ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ടോ, ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നുണ്ടോ, പീരിയഡ്സ് കൃത്യമായിട്ടാണോ വരുന്നതെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇത് ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിജിറ്റൽ തെർമോമീറ്റർ, അതുപോലെ നമ്മൾ കിടക്കയിൽ നിന്ന് ഒന്നും ചെയ്ത് എഴുന്നേക്കാനായിട്ട് പാടില്ല. കണ്ണ് ജസ്റ്റ് തുറക്കുക. ടെമ്പറേച്ചർ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ അടുത്ത് തന്നെ നമുക്ക് എടുത്ത് എഴുന്നേറ്റ് പോയി നടന്നെടുക്കാനുള്ള ദൂരത്തല്ല, നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്റ്റൂളിലോ ഒരു കസേരയിലോ നിങ്ങൾ തെർമോമീറ്ററും ബുക്കും പേനയും വെക്കുക. അപ്പോൾ തന്നെ മോണിറ്റർ ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുന്നത് കൃത്യസമയത്ത് തന്നെ ആയിരിക്കണം. ഒരു ദിവസം 7 മണിയാണെങ്കിൽ അടുത്ത ദിവസം 8 മണി ആവരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്താലേ ഇതിന് ആക്യുറസി ഉണ്ടാവുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.